സാധാരണ നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു 12-13 വയസ്സാകുമ്പോഴാണ് ആദ്യത്തെ പീരീഡ്സ് മെനാർക്ക് സ്റ്റാർട്ട് ചെയ്യാറ്. ഇന്നത്തെ കാലത്ത് അതൊരു 8 വയസ്സിലും 9 വയസ്സിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഒരു എയർലി മെനാർക്ക് എന്ന് പറയും. പൊതുവേ കുട്ടികൾക്ക് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു വർഷമൊന്നും വളരെ റെഗുലറായിട്ട് വരാറില്ല. അപ്പോൾ നമ്മൾ മിക്കവാറും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുമ്പോൾ ലഭിക്കുന്ന സാധാരണ ഒരു ഉത്തരം അത് 1-2 വർഷത്തേക്ക് കാര്യമാക്കേണ്ട, കുഞ്ഞുങ്ങളുടെ ഒരു ഫിസിയോളജി ആ ഒരു ഹോർമോൺസ് റെഗുലറായിട്ട് വരാൻ സമയമെടുക്കും എന്നുള്ളതാണ്. അത് വാസ്തവമാണ്. പക്ഷേ ഈ 2 വർഷം എന്നുള്ളത് നമുക്ക് വളരെ ഉഴപ്പിക്കളയാനുള്ള ഒരു സമയമല്ല. കാരണം കുഞ്ഞുങ്ങളുടെ പലതരം ഹെൽത്ത് പ്രോബ്ലം കാണിക്കുന്നതായിരിക്കാം അവർക്കിപ്പോൾ വരുന്ന ഇറഗുലാരിറ്റീസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതിന് വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 3 കാറ്റഗറി ആയിട്ട് നമുക്ക് കുട്ടികളുടെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് നമുക്ക് തിരിക്കാം. ഒന്നാമത്തത് സിവിയർ അനീമിയ ഉള്ള ഗ്രൂപ്പ്, രക്തക്കുറവ്. അപ്പോൾ രക്തക്കുറവുള്ള കുട്ടികൾക്കും പീരീഡ്സ് വളരെ ഡിലേ ആയിട്ട് വരാം, വളരെ കുറഞ്ഞ അളവിൽ ബ്ലീഡിങ് വരാം. അപ്പോൾ അതൊന്നും നമ്മൾ 2 വർഷത്തേക്ക് പരിഗണിക്കാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള ഭക്ഷണത്തിൽ മാറ്റം വരുത്തുക, അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ, മരുന്നുകൾ കൊടുക്കുക. അങ്ങനെ ആ ഒരു രക്തക്കുറവ് പരിഹരിച്ചാൽ തന്നെ കുഞ്ഞുങ്ങളുടെ പീരീഡ്സ് വളരെ കൃത്യമായിട്ട് നേരത്തെ വന്നു തുടങ്ങും. രണ്ടാമത്തെ ഗ്രൂപ്പ് ഒരു അമിതവണ്ണം, ഒരു വെയിറ്റ് കൂടാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്ന കുട്ടികൾ. അവർക്ക് മുഖക്കുരു വരാം, കഴുത്തിന് ചുറ്റും ചെറിയ കറുപ്പ് നിറം വരാം, മുടി കൊഴിച്ചിൽ, ആ തരത്തിലൊരു ഹോർമോണൽ ഡിസ്റ്റർബൻസ് കാണിക്കുന്ന തരത്തിലുള്ള കുട്ടികളെയും നമ്മൾ 2 വർഷം ഒരിക്കലും വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട. കൃത്യമായിട്ടുള്ള എക്സസൈസ്, കൃത്യമായിട്ടുള്ള ഫുഡിലുള്ള മാറ്റങ്ങൾ, അതായത് ജങ്ക് ഫുഡ്, ഷുഗർ ഐറ്റംസ്, ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാറ്റാനുള്ള ഒരു ബോധം കുട്ടികളിൽ ജനിപ്പിക്കുക. കൃത്യമായിട്ടുള്ള എക്സസൈസിനെ പറ്റിയുള്ള കാര്യങ്ങളും അവരെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവരുടെ അമിതമായിട്ടുള്ള ഫാറ്റ് സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്വഭാവം മാറുകയും കൃത്യമായിട്ടുള്ള പീരീഡ്സ് ഹോർമോൺസ് അവിടെ റെഗുലറായി പീരീഡ്സ് വന്നു തുടങ്ങുകയും ചെയ്യും. മൂന്നാമത്തെ ഗ്രൂപ്പ് അമിതമായിട്ട് ബ്ലീഡിങ് വരുന്ന കുട്ടികൾ. ആദ്യത്തെ പീരീഡ്സിൽ തന്നെ ഒരു 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ബ്ലീഡിങ് വരുന്ന കുട്ടികളുണ്ട്. മാസത്തിൽ 2 തവണ പീരീഡ്സ് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതും നമുക്ക് അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളയാനുള്ളൊരു കാര്യമല്ല. കാരണം പലതരത്തിലുള്ള ലിവർ ഹോർമോൺസിൻ്റെ കുറവുകളുണ്ട്, രക്തക്കുറവുണ്ട്, ശരീരത്തിൻ്റെ അമിതമായിട്ടുള്ള ഒരു മെറ്റബോളിസം, ചൂട് അമിതമായിട്ട് തോന്നുക, അതുപോലൊരു നമ്മൾ പിത്തപ്രകൃതി എന്നൊക്കെ പറയുന്നത് ആ ഒരു തരത്തിലുള്ള കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള എക്സസ് ബ്ലീഡിങ് കൊണ്ട് പ്രശ്നം ഉണ്ടാവാറ്. ഈ കുട്ടികളെയും കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണത്തിലും എക്സസൈസിലും കൃത്യമായിട്ടുള്ള മരുന്നുകളും കൊണ്ട്, ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള ആയുർവേദ മരുന്നുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ 1-2 വർഷം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ആ ഒരു പ്രശ്നം ഗുരുതരമാവുന്നത് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്തരത്തിലൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ആയുർവേദിക് കൺസൾട്ടേഷൻ, ആയുർവേദിക് ആയിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള മരുന്നുകൾ ട്രൈ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക.